നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വിറ്റമിൻ ഡിയും അതുപോലെ വിറ്റമിൻ B12 നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കുന്ന അപകട സൂചനകൾ എന്തൊക്കെയാണ്, ഏത് രീതിയിൽ നമുക്ക് ഈ ഒരു വിറ്റമിൻ ഡിനെയും വിറ്റമിൻ B12 ഉയർത്താൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഇൻഫർമേഷൻ ഒരുപാട് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. വിറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോലുബിൾ വിറ്റമിൻ ആണ്. ഇത് കൊഴുപ്പിൽ അലിഞ്ഞു ചേർന്ന് ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ വിറ്റമിൻ ഡി ലഭിക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശത്തിലൂടെ സ്കിന്നിൽ ആഗിരണം ചെയ്ത് ഇവ നമ്മുടെ ലിവറിലൂടെയും കിഡ്നിയുടെയും ഒക്കെ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സുകളിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു വിറ്റമിൻ ഡി സമൃദ്ധമായിട്ട് ലഭിക്കുന്നത്. കൂടുതലായിട്ടും അപ്പർ ബോഡി പാർട്സിലൂടെയാണ് ഈ ഒരു വിറ്റമിൻ ഡി ആഗിരണം ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത്. പ്രധാനമായിട്ടും വയറിന്റെ ഭാഗം, ചെസ്റ്റിന്റെ ഭാഗം, ചെസ്റ്റിന് പുറകു ഭാഗമായിട്ടുള്ളതും കൈകളിലൂടെയൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും ഈ ഒരു വിറ്റമിൻ ഡി നമുക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കുന്നത്. പണ്ട് കാലത്തെന്ന് പറയുന്നത് വിറ്റമിൻ ഡി ലഭിക്കാൻ വേണ്ടിയിട്ട് ഇളം വെയിൽ കൊള്ളാനായിരിക്കും കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുള്ളതും. പലപ്പോഴും ഈ ഒരു വിറ്റമിൻ ഡിയുടെ സമയക്രമം, സൂര്യപ്രകാശം കൊള്ളുന്ന സമയക്രമം പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഇളം വെയിലല്ലേ കൊള്ളേണ്ടതെന്നുള്ള കമൻസുകൾ കാണാറുണ്ട്. എന്നാൽ ഇപ്പോൾ സയന്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ള സയന്റിഫിക്കലി സ്റ്റഡീസ് നടന്നതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 10 മണി തൊട്ട് വൈകിട്ട് 3 മണി വരെയുള്ള ഇടയിലുള്ള വെയിലാണ് നമ്മൾ കൊള്ളേണ്ടത്. അതും നമുക്ക് വ്യത്യസ്ത രീതികളിലാണ് കൊള്ളേണ്ടത്. ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് ബി റേസുകളാണ് നമുക്ക് ആ ഒരു സമയത്ത് കൂടുതലായിട്ടും ലഭിക്കുന്നത്. ഈ ഒരു UVB റേസ് ലഭിക്കുമ്പോഴാണ് നമുക്ക് വിറ്റമിൻ ഡി പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആവുകയുള്ളൂ. ഇതുകൊണ്ടാണ് ഈ ഒരു ടൈം ലിമിറ്റ് നമ്മൾ പറയുന്നത്. ഫെയർ ആയിട്ടുള്ളൊരു സ്കിന്നാണ് അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് മാത്രം വെയിൽ കൊണ്ടാൽ മതിയായിരിക്കും. ആഴ്ചയിൽ 3-4 തവണ 10 മിനിറ്റ് മാത്രം വെയിൽ കൊണ്ടാൽ മതിയായിരിക്കും. എന്നാൽ ഒരു മീഡിയം ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ ആണ്, ഒരു ബ്രൗൺ സ്കിൻ ടോൺ ഒക്കെ ആണെങ്കിൽ 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്ക് വെയിൽ കൊള്ളേണ്ട അവസ്ഥകൾ വരും. അതുപോലെ ഡാർക്കർ സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ അവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂർ വരെയെങ്കിലും വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിലാണ് ആ ഒരു ദിവസത്തിലുള്ള വിറ്റമിൻ ഡിയുടെ ഒരു അബ്സോർപ്ഷൻ അവരിലേക്ക് ശരിയായ രീതിയിൽ എത്തുകയുള്ളൂ. ഇപ്പോൾ പൊതുവായിട്ട് നമുക്ക് വിറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പലരിലും ഈ ഒരു വിറ്റമിൻ ഡിയുടെ കുറവുണ്ടാവാം. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും വീട്ടിൽ ഒതുങ്ങിക്കൂടിയിട്ടുള്ള രീതിയിലുള്ള ആ ഒരു കുട്ടികളാണെന്നുണ്ടെങ്കിലും പുറമേ നമുക്ക് വെയിൽ കൊണ്ട് കളിക്കാൻ പോകുന്നില്ല. അതുപോലെ മുതിർന്നവരാണെങ്കിലും കഴിവതും നമ്മൾ വെയിൽ കൊള്ളാതിരിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. പുറത്തിറങ്ങുമ്പോൾ കൂടെ ചൂടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊട്ടക്ഷനോടെ ആയിരിക്കും അവർ പുറത്ത് ഇറങ്ങുന്നുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് നമുക്ക് ഈ ഒരു വിറ്റമിൻ ഡി സോഴ്സ് ലഭിക്കുന്നത് വളരെ കുറവാണ്. ഈ വിറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബോൺ ഹെൽത്ത്, എല്ലിൻ്റെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പലർക്കും എല്ല് തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എല്ല് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾ, ബലക്കുറവ് തോന്നുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു വിറ്റമിൻ ഡി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അവരിൽ. കാരണം അവർ ഒന്നെങ്കിൽ കാൽസ്യം ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് വിറ്റമിൻ ഡി കുറവായിരിക്കും. കാൽസ്യം കഴിക്കുന്നുണ്ടെങ്കിലും ഈ കാൽസ്യം പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരം ആഗിരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഡിയുടെ സാന്നിധ്യം ആവശ്യമാണ്. മറ്റൊന്ന്, നമ്മുടെ പ്രതിരോധ ശക്തി ഉയർത്താൻ വേണ്ടി ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇവ കുറഞ്ഞിട്ടുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരികയും അലർജി, തുമ്മൽ പോലുള്ള കണ്ടീഷൻസ് ഇവരിൽ കൂടുതലായിട്ട് വരുന്നതാണ്. ഇതും ഈ ഒരു വിറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നത്. നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തണമെങ്കിലും ഈ ഒരു വിറ്റമിൻ ഡിയുടെ സാന്നിധ്യം ആവശ്യകതയായിട്ടുള്ളതാണ്. വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് നമുക്ക് ശരീരത്തിൽ ആസകലമായിട്ടുള്ള വേദനയാണ് വരുന്നത്. മസിൽ പെയിൻ വരാം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ മസിൽ ഭയങ്കരമായിട്ട് വേദനകൾ ഉണ്ടാകാം. സന്ധികളിൽ അമിതമായിട്ട് വേദനകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പലർക്കും നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ രാത്രി സമയങ്ങളിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ, ഇപ്പം നടുവിൻ്റെ ഭാഗത്താണെങ്കിൽ ആ നടുവിൻ്റെ ഭാഗം ഭയങ്കര വേദനയായിരിക്കും. ഒന്ന് തിരിഞ്ഞ് കിടക്കാൻ പോലും പറ്റാത്ത പോലെ വേദനകൾ അമിതമായിട്ടുണ്ടാവുക. ഇത് രാത്രിയിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നങ്ങളും ഈ ഒരു വിറ്റമിൻ ഡി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കുന്നതാണ്. മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ ഡ്രൈ സ്കിന്നിലാണ് ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻസ് വരുന്നത്. ഡ്രൈ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചൊറിച്ചിലുണ്ടാവാം ചിലർക്ക്. ഇങ്ങനെയുള്ള സ്കിൻ കണ്ടീഷൻസും ഇവരിൽ ഉണ്ടാവാറുണ്ട്. വിറ്റമിൻ ഡി നമ്മുടെ ഭക്ഷണത്തിലൂടെ ലഭിക്കാൻ വേണ്ടി പാലും പാലുൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തുക. അതിനോടൊപ്പം തന്നെ നമുക്ക് കൂണ് കഴിക്കുന്നതും ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതിയാണ്. അതുപോലെ തൈര് തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനൊപ്പം തന്നെ മഗ്നീഷ്യവും ഫോസ്ഫറസും
വെജിറ്റബിൾസും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. മഗ്നീഷ്യം ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ളത് മത്തൻ്റെ കുരുവിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദിവസേന 2 ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള മത്തൻ്റെ കുരു കഴിക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. ഒപ്പം തന്നെ നമുക്ക് ബദാം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള രീതിയിൽ ബദാം കഴിക്കുന്നത്, തൊലി കളഞ്ഞ് ബദാം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. 1 ടീസ്പൂൺ അളവായിട്ടുള്ള എള്ള് നമ്മൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എള്ളിൽ കാൽസ്യം, അയൺ, സിങ്ക്, വിറ്റമിൻ ബി തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ എള്ളും നമ്മൾ കഴിക്കുന്നത് ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതിയാണ്. ഇനി വിറ്റമിൻ ഡി ഒരു 10ൽ താഴെയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപകട സൂചന തന്നെയാണ്. ഇത് നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. ഈ ഒരു സമയത്ത് വെയിൽ കൊണ്ടാൽ മതിയല്ലോ, അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ എന്നുള്ളത് ചിന്തിക്കരുത്. കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥകൾ വരുന്ന സമയത്ത് നമ്മുടെ എല്ലുകളുടെ തേയ്മാനം അമിതമായിട്ട് വരികയും അതുപോലെ പല്ല് പെട്ടെന്ന് പൊട്ടിപ്പോവാനും എല്ലാം ആണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ഫ്രാക്ചർ ആവാനുള്ള കണ്ടീഷൻസ് കൂടുതലാണ്. പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാനും തുമ്മലും അലർജിക് കണ്ടീഷൻസും ഒക്കെ തന്നെ അമിതമായിട്ട് വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ ഈ ഒരു അപകട സൂചന നിങ്ങൾ മറക്കാതിരിക്കുക. ഇതിന് വേണ്ടിയിട്ട് സപ്ലിമെന്റ്സ് ലഭിക്കുന്നതാണ്. ഒരിക്കലും നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ സ്വയമേ നമ്മൾ വിറ്റമിൻ ഡിയുടെ ടാബ്ലറ്റുകൾ എടുക്കരുത്. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് എത്രയാണ് അളവെന്നനുസരിച്ച് അതിനനുസരിച്ചുള്ള ഡോസ് മാത്രമാണ് നിങ്ങൾ കഴിക്കേണ്ടത്. പറയുന്ന കാലയളവ് മാത്രം കഴിക്കുക. നമ്മൾ പറയാത്ത സ്ഥിതിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് കഴിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഉയർന്നിട്ടുണ്ടെങ്കിലും മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇനി വിറ്റമിൻ ഡിനെ പോലെ തന്നെ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വിറ്റമിനാണ് വിറ്റമിൻ B12 എന്ന് പറയുന്നത്. വിറ്റമിൻ B12 നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടിയിട്ടും അവരുടെ ഫങ്ഷൻസുകൾ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടും അതിനൊപ്പം തന്നെ ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഒരു മെൻ്റൽ ക്ലാരിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ പ്രൊഡക്ഷൻ നടത്തുന്നതും വിറ്റമിൻ B12 ആണ്. അതുകൊണ്ട് തന്നെ ഇത്രയേറെ പ്രാധാന്യമുള്ള വിറ്റമിൻ B12 നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈകാൽ തരിപ്പിൻ്റെ പ്രശ്നങ്ങൾ, ആ ഭാഗത്തുള്ള വേദനകൾ, അതുപോലെ രക്തയോട്ടം കുറവായിട്ട് തോന്നുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ നമുക്ക് മെമ്മറി ലോസ്, ഓർമ്മക്കുറവ് ഭയങ്കരമായിട്ട് കൂടാം. നമുക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള കണ്ടീഷൻസ് വരാനുള്ള സാധ്യതകളും ഏറെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വിറ്റമിൻ B12 നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കുന്നത്. ഇനി വിറ്റമിൻ B12 നമുക്ക് ശരീരത്തിലെ ആഗിരണം കുറവായിട്ട് വരുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത് ഡൈജഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ്. നമ്മുടെ ശരീരത്തിൽ ദഹനം ശരിയായ രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ വിറ്റമിൻ B12ൻ്റെ പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യമാണ് നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നമ്മുടെ ഡൈജഷൻ വളരെ സ്ലോ ആണെന്നുണ്ടെങ്കിലും എത്ര വിറ്റമിൻ B12 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യാൻ കഴിയാതെ വരികയാണ് ചെയ്യുന്നത്. വിറ്റമിൻ B12 ഏറ്റവും സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുള്ളത് പ്രത്യേകിച്ച് ആനിമൽ സോഴ്സ് ആയിട്ടുള്ളവയിലാണ്. ചിക്കൻ, ബീഫ്, മുട്ട, മട്ടൺ തുടങ്ങിയിട്ടുള്ളവയിലും അവയവ ഭക്ഷണങ്ങളിലൂടെയും ഒക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിറ്റമിൻ B12 ലഭിക്കുന്നതാണ്. മീനുകളാണെന്നുണ്ടെങ്കിൽ തോടോട് കൂടിയിട്ടുള്ള മീനുകൾ, അതായത് നമുക്ക് കക്ക, അതുപോലെ ചെമ്മീൻ മുതലായിട്ടുള്ള ഷെൽ ഫിഷസ് ഒക്കെ തന്നെ കഴിക്കുന്നതും വിറ്റമിൻ B12 ഉയർത്താൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസിന് ഈ ഒരു വിറ്റമിൻ B12 കുറയുന്നത് വളരെ സ്വാഭാവികമായിട്ടും കാണപ്പെടാം. ഇവർക്ക് പാലുൽപ്പന്നങ്ങൾ, പനീർ മുതലായിട്ടുള്ളവ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതും ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതിയാണ്. ഈ വിറ്റമിൻ B12 നമ്മുടെ ശരീരത്തിൽ അപകട സൂചനമായിട്ട് വരുന്നതെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള കൈകാൽ തരിപ്പിൻ്റെ പ്രശ്നങ്ങൾ, ഒരു പക്ഷേ പെർമനൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ നെർവ് ഡാമേജ് ആവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുമൂലം നമുക്ക് ആ ഭാഗത്ത് വേദനകൾ, തരിപ്പ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറാതെ നിൽക്കുക എന്നുള്ളതാണ്. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പ്രോപ്പർ ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ വിറ്റമിൻ B12 നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കാൻ സഹായിക്കുന്നതാണ്. നമുക്ക് തൈര് കഴിക്കുന്നത് നല്ലതാണ്. ഇന്നും ഉച്ച സമയത്ത് അല്ലെങ്കിൽ രാവിലെയോ ഉച്ചയ്ക്കോ തൈര് കഴിക്കുന്നത് നല്ലതാണ്. വൈകുന്നേരം ഒരിക്കലും തൈര് കഴിക്കാൻ പാടുള്ളതല്ല. അതുപോലെ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണത്തിനോടൊപ്പം തന്നെ മോരും വെള്ളം കഴിക്കുന്നത് നമ്മുടെ ദഹനം പ്രോപ്പർ ആക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഈ മോരും വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് വറുത്ത് പൊടിച്ചിട്ടുള്ള ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 സ്പൂണും താഴെയായിട്ടുള്ള രീതിയിൽ ഇടുക. അതിനകത്തേക്ക് കുറച്ച് നമുക്ക് കല്ലുപ്പ് കുറച്ച് ചേർക്കാവുന്നതാണ്. അതിനൊപ്പം ഇഞ്ചി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് ഭക്ഷണത്തിനോടൊപ്പം കുടിക്കുന്നത്, ഈ മോരും വെള്ളം ഭക്ഷണത്തിനോടൊപ്പം കുടിക്കുന്നത് പ്രോപ്പറായിട്ട് ദഹനം ശരിയാക്കാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. പ്രോപ്പറായിട്ട് ദഹിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് അളവിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കണം എന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വിറ്റമിൻ B12 നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് അബ്സോർപ്ഷൻ നടക്കാൻ സഹായിക്കുന്നതാണ്. ഇനി ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും വിറ്റമിൻ ഡിയും വിറ്റമിൻ B12 ഒക്കെ തന്നെ നിങ്ങൾ മരുന്നുകൾ കഴിച്ചിട്ടും വീണ്ടും ഇതിൻ്റെ കുറവുകൾ വരുന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള മെഡിസിൻസ് നിങ്ങൾ കഴിക്കുന്നത് കൊണ്ടും ആവാം. ഇപ്പം ഡയബറ്റിസ് പോലുള്ള കണ്ടീഷൻ
കണ്ടീഷൻസിൽ ഈ ഒരു ഡയബറ്റിക്കിന് കഴിക്കുന്ന മെഡിസിൻസ് പലതും നമുക്ക് ഈ ഒരു വിറ്റമിൻസിന്റെ ആഗിരണം കുറയ്ക്കാൻ കാരണമാവുന്നവയാണ്. ഇതുപോലെ ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഭക്ഷണ ക്രമീകരണത്തിലൂടെ നമുക്ക് വിറ്റമിൻ ഡിയും വിറ്റമിൻ B12 ഒക്കെ തന്നെ നമുക്ക് കറക്റ്റാക്കി നിർത്താനായിട്ട് സഹായകരമാകുന്നതാണ്. ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.